ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ നമ്മൾ ചില ചലഞ്ചസുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സാധാരണയായിട്ട് നമുക്ക് ചലഞ്ചസ് വരാനുള്ള സാധ്യതയും കൂടി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ റിലേഷൻഷിപ്പിൽ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ കാര്യമായി അവരെ ബാധിക്കാറില്ല. അതേസമയം റിലേഷൻഷിപ്പ് വളരെ പ്രധാനമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറയിൽ ഇരിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ഒന്ന് ക്യാമറയിലേക്ക് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നമ്മളൊരു മണിക്കൂർ സമയം വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതവുമായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം നിങ്ങൾക്കത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, ഈ ക്യാമറയിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളെ കൂടുതൽ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുന്നതാണ്. സോ എനിക്ക് നിങ്ങളുടെ വൈബ്രേഷൻ ഫീൽ ചെയ്യാനും ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ഫേസൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിൽ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ മാക്സിമം എന്ത് ചെയ്യുക, ക്യാമറയിൽ തന്നെ ഇരിക്കുക. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, വളരെ ആനന്ദാത്മകമായിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ബന്ധങ്ങൾക്ക് നല്ല താളം ഉണ്ടാവണമെങ്കിൽ, ബന്ധങ്ങൾക്ക് ഇമ്പം ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് ആനന്ദം ലഭിക്കണമെങ്കിലൊക്കെ തന്നെ നമ്മൾ ക്രിയാത്മകമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സൃഷ്ടിപരമായ ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ ഒരാളുമായി ഒരു ബന്ധത്തിലായി എന്നുള്ളത് കൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു വരും എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പഠനങ്ങളിൽ നിന്നും നിരവധി ആളുകളുമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സംസാരങ്ങളിൽ നിന്നുമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമുക്ക് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ബന്ധം വേണമെങ്കിൽ ആ ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ക്രിയാത്മകമായ ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ നിർമ്മാണാത്മകമായ ചില പ്രവർത്തനങ്ങളിലൂടെ കോൺഷ്യസ്ലി അല്ലെങ്കിൽ ബുദ്ധിപരമായി കോൺഷ്യസ്ലി നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ബന്ധങ്ങളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം അതിൽ പ്രധാനമായിട്ട് വരുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുവാൻ പോകുന്നത്. അപ്പം ഇതിൽ എനിക്കുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ, അത് നിങ്ങളുടെ ഇണകളാവാം, നിങ്ങളുടെ പാരൻസുമായിട്ടുള്ള ബന്ധമാവാം, നിങ്ങളുടെ സിബിലിങ്സുമായിട്ട്, നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമാവാം, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ബന്ധമാവാം,
സുഹൃത്തുക്കളുമായിട്ടുള്ള ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒരു തമ്പ് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, ഓക്കെ. അശ്വിൻ യെസ്, മജീദ് യെസ്, ഓക്കെ, യെസ്, യെസ്, ഓക്കെ, വണ്ടർഫുൾ. അപ്പോൾ നിങ്ങളത് വളരെ പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാവുന്നത്? നമുക്ക് ആ ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നതുകൊണ്ടാണോ? അതല്ല, അവരിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ലഭിക്കണമെന്നുള്ളത് കൊണ്ടാണോ? അതല്ല, അവർ നൽകുന്ന സ്നേഹമുണ്ടെങ്കിലേ എനിക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണോ? സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാവുന്നത്? ഞാൻ ഒന്ന് രണ്ട് ആളുകൾക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചാൻസ് തരാം. അപ്പം എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഒന്നോ രണ്ടോ ആളുകൾക്ക് ചാൻസ് ഉണ്ട്. അശ്വിൻ പറയുന്നുണ്ടോ? പറയൂ. എന്തുകൊണ്ടാണ് ബന്ധം വളരെ പ്രധാനപ്പെട്ടതായി അശ്വിന്? ഞാൻ ആക്ച്വലി ഒരു ഡിപ്രഷൻ മോഡിലായിരുന്നു. കാരണം ഡിസംബർ ലാസ്റ്റ് ആയപ്പോ എനിക്ക് വിവാഹമോചനമായിരുന്നു. 2024 ഏപ്രിലില് കംപ്ലീറ്റ് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പറഞ്ഞോളൂ അശ്വിൻ. കേൾക്കുന്നില്ല അശ്വിൻ. when I was down, parents ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, ഇൻക്ലൂഡിങ് റിലേറ്റീവ്സ് ഓൾസോ. അപ്പോൾ അത്ര ആ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് വളരെ മസ്റ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ എൻ്റെ ചോദ്യം. ആ റിലേഷൻഷിപ്പിലൂടെ എന്താണ് അശ്വിൻ പ്രതീക്ഷിക്കുന്നത്? ഒരു പുഷ്, അതായത് ഫ്രം ട്രാൻസ്ഫോർമേഷൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അല്ല, അതൊക്കെ അല്ല, ഞാൻ പറഞ്ഞ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതിലൂടെ ട്രാൻസ്ഫോം ചെയ്യാമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതെ 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 അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഒരാൾക്കൂടെ ചാൻസ് ഉണ്ട്, ഒരാൾക്കൂടെ അൺമ്യൂട്ട് ചെയ്യാം. പറയാം, എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്? ഹലോ സർ. യെസ്. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ റിലേഷൻഷിപ്പ് ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റിലേഷൻഷിപ്പ് നല്ല നിലക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഓക്കെ. അതായത് സന്തോഷകരമായ ഒരു ജീവിതത്തിന് റിലേഷൻഷിപ്പ് നമ്മെ സഹായിക്കും. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് അവർ നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരിയാണോ? യെസ്, ഓക്കെ. ഞാൻ ഒരാൾക്കൂടെ ചാൻസ് തരാം, ഒരാൾക്കൂടെ പറയാം. എന്താണ് നല്ല ഒരു ബന്ധം ഉണ്ടാവുന്നതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരാൾക്കൂടെ പറയാം. രേഖ പറഞ്ഞോളൂ. രേഖ ആകാശ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. പറയുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും ഒരാൾക്കൂടെ പറയാം. പെട്ടെന്ന് പറയുന്ന ആദ്യം ജമ്പ് ചെയ്യുന്ന ആൾക്കാണ് ചാൻസ്. ഹാപ്പിനെസ് ആണ് സർ. അതായത് അവര് നിങ്ങളെ ഹാപ്പി ആക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്നറിലേക്ക്, നമ്മുടെ ഇന്നർ നമ്മളെ കൂടുതൽ സ്നേഹിക്കുക, അതോടൊപ്പം നമ്മുടെ മൈൻഡിൽ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അതൊക്കെ എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യം. ഹാപ്പിനെസ് ആണ് സർ. ഹാപ്പിനെസ്. അത് എങ്ങനെ ഹാപ്പിനെസ്? നമ്മളിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നോ, അതല്ല അവരിൽ നിന്ന് ഹാപ്പിനെസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലില്ല, നമ്മളിൽ ഹാപ്പിനെസ്, പിന്നെ അവര് നമ്മളോട് നല്ല രീതിയിൽ ഡീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവര് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അങ്ങോട്ടേക്കും. അതെ. അപ്പൊ എന്റെ ചോദ്യം, എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷയോടെയാണ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്ന് പറയുന്നത്? നല്ല സംസാരം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്.
അപ്പൊ ഇവിടെ നോക്കൂ, ഓരോ ആളുകളും റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഓരോ ആളുകളും എക്സ്പെക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. നസീം പറയുന്നു ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മൾ ആരിൽ നിന്നാണ് നല്ലൊരു ബന്ധം പ്രതീക്ഷിക്കുന്നത്? അതല്ലെങ്കിൽ സത്യത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണോ അല്ലേ? നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണോ അല്ലേ? ഒന്ന് പറയാമോ? നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് സാർ. നമ്മുടെ തെരഞ്ഞെടുപ്പ് ആണോ? നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങൾ തെരഞ്ഞെടുത്തതാണോ? അയ്യോ, അല്ലല്ല, അല്ല, അല്ല. അല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളല്ല, ഒരിക്കലും അല്ല. ആ അത് അക്സെപ്റ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ തന്നെ, ഇവൻ വിവാഹം പോലും നമുക്ക് ലിമിറ്റഡ് ചോയ്സ് ആണുള്ളത്. അത് കരാറെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോ ചോയ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് കൂട്ടരുടെയും എക്സ്പെക്റ്റേഷൻസ് ഒന്നായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആവാം, ആവാതിരിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്താം? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. അതായത് നമുക്ക് വേറെ ചോയ്സ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ലിമിറ്റഡ് ചോയ്സ് ആണുള്ളത്. അത് നമ്മളൊരു പ്രാവശ്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ ഇത്തരം റിലേഷൻഷിപ്പുകൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന, നമുക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുക? അതിൽ ക്രിയാത്മകമായി നാം എന്തെല്ലാമാണ് പ്രവർത്തിക്കേണ്ടത്? ഇതിലേക്കാണ് നമ്മുടെ ചർച്ച ഇനി പോകുന്നത്. അപ്പോൾ നമുക്കൊരു സുഹൃത്താണെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ സുഹൃത്തിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറൊരു സുഹൃത്തിനെ പിക്ക് ചെയ്യാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, ആ ആളെ ടെർമിനേറ്റ് ചെയ്തിട്ട് വേറൊരാളെ ഹയർ ചെയ്യാം. നമ്മുടെ കൂടെ പാർട്ട്ണർഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ ആ പാർട്ട്ണറെ മാറ്റിയിട്ട് വേറൊരു പാർട്ട്ണറെ സ്വീകരിക്കാനോ ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് വേറൊന്ന് തുടങ്ങാനൊക്കെ നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പം ഇവിടെ ആ ചോയ്സ് ഇല്ല. നമുക്ക് ഓൾറെഡി പാരൻസ് ഉണ്ട്, നമുക്ക് ഓൾറെഡി മക്കളുണ്ട്, ഓൾറെഡി നമുക്കൊരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ഇണയുണ്ട്, തുണയുണ്ട്, ഓൾറെഡി നമുക്ക് സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന രൂപത്തിൽ അവരുമായുള്ള റിലേഷൻഷിപ്പിനെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും, ഏതൊരു അതിജീവനത്തിൻ്റെയും, ഏതൊരു എക്സിസ്റ്റൻസിൻ്റെയും അഥവാ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ലവ് ആണ്. ലവ്. ഏതൊരു ബന്ധത്തിൻ്റെയും, ഏതൊരു എക്സിസ്റ്റൻസിൻ്റെയും, റിലേഷൻഷിപ്പ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലവ് ആണ്, അഥവാ സ്നേഹമാണ്, ലവ് ആണ്. അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഏത് തരത്തിലുള്ള ലവ് ആയിരിക്കാം ഒരു ആഴമുള്ള റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ആഴമുള്ള ഒരു റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കണം. നിബന്ധനകളില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. എന്താണ് നിബന്ധനകളില്ലാത്ത സ്നേഹമെന്ന് പറഞ്ഞാൽ? കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമെന്ന് പറഞ്ഞാൽ? കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയോ അവർ ഇങ്ങനെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുകയോ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിൽ സന്തോഷമോ സന്താപമോ സഹനീയതയോ അസഹനീയതയോ ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അവരാരാണോ ആ രൂപത്തിൽ നമുക്ക് അൺകണ്ടീഷണലി സ്നേഹിക്കാൻ കഴിയണം. അതായത് ഒന്നുകൂടെ ഞാനത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ,
അവർ എന്ത് നമ്മളോട് പെരുമാറുന്നു എന്നതോ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്ത് എന്നതിനേക്കാൾ ഉപരിയായി അവർ നമുക്ക് ആരാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരോട് അവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്നേഹിക്കാൻ കഴിയേണ്ടത്. പലപ്പോഴും നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിനനുസരിച്ചോ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നതിനനുസരിച്ചോ ആ ലവിൻ്റെ മീറ്റർ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് കണ്ടീഷണൽ ലവ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മമാർ പറയാറുണ്ട്, അവരതൊക്കെ ചെയ്താലും അവൻ എൻ്റെ മോനല്ലേ, അവൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവൾ എൻ്റെ മോളല്ലേ എന്ന് പറയുന്നത് അവിടെ ഒരു കണ്ടീഷനും ഇല്ല. എന്താണ് അവിടെ വരുന്ന ഒറ്റ നിബന്ധന അവിടെ വരുന്നുള്ളൂ. അതും നിബന്ധനയല്ല, ശരിക്കും ഒരു ചോയ്സ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. എന്താണ്? ഇവൻ എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടോ? അച്ഛനാണെങ്കിൽ ഇതെൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണെങ്കിൽ ഇതെൻ്റെ അമ്മയാണ്, ഇത് എൻ്റെ ഒരു ഇണയാണ്, എൻ്റെ ഒരു തുണയാണ്, ഞാൻ കെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് എൻ്റെ കൂടെ വന്ന ആളാണ്, എന്നിൽ നിന്ന് നല്ല സ്നേഹം കിട്ടുമെന്നും എൻ്റെ കെയർ കിട്ടുമെന്നും വിചാരിച്ച് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ്, എന്നെ സംരക്ഷണ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവൻ്റെ അംശത്തിൽ നിന്ന് വന്നതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ, അപ്പം എൻ്റെ മക്കളാണ്, എൻ്റെ ചോരയുടെ കണക്ഷനാണ് എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും. അതുകൊണ്ട് തന്നെ അവരായിക്കൊണ്ട് എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവരെന്നെ എതിർത്തിട്ടുണ്ട്, അവരെന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട്, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ട സമയത്ത് എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, പല സമയത്തും എന്നെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ആഴത്തിലുള്ള സ്നേഹം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ എൻ്റെ ഇന്നർ റിലേഷൻ ആയതുകൊണ്ട് ഞാൻ അവരെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്? കൈ ഉയർത്താം ഒന്ന്. യെസ് യെസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു ക്ലോസ് റിലേഷൻഷിപ്പിൻ്റെയും ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ലവാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? രണ്ടാമതായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. എങ്ങനെയാണ് നമ്മൾ അവരോട് ആശയവിനിമയം നടത്തുന്നത്? എങ്ങനെയാണ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ, അൺകണ്ടീഷണലായിട്ടുള്ള നമ്മുടെ സ്നേഹത്തെ എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഇതാണ് ഇനി വരുന്ന 2-3 പോയിന്റുകൾ കൂടി കണക്ട് ചെയ്യുന്നത്. എന്താണ് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ, നമുക്ക് പലതരത്തിൽ ആശയവിനിമയം നടത്താൻ കഴിയും. പലപ്പോഴും നമ്മൾ ആശയവിനിമയം നടത്തുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഞാൻ അറിയിക്കാനുള്ളത് അറിയിച്ചു. അതല്ല എങ്കിൽ ഈ വ്യക്തിയുമായി ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ ചില കമ്മ്യൂണിക്കേഷനിലൂടെ, ഇത് വളരെ ശ്രദ്ധിച്ചോളൂ, ഈ വ്യക്തിയുമായി ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ ചില പ്രവർത്തനങ്ങളിലൂടെയോ നമ്മുടെ ചില കമ്മ്യൂണിക്കേഷനുകളിലൂടെയോ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ഇമോഷണൽ ബാഗേജ്, ഈ ഇമോഷണൽ ബാഗേജ് ഇറക്കി വെക്കുവാനുള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അത് മാറുന്നുണ്ടോ? ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, ഈ വ്യക്തിയുമായി യാതൊരു ബന്ധമില്ലാത്ത ചില കാര്യങ്ങളിൽ, ഉദാഹരണമായിട്ട് ഓഫീസിൽ ചില സംഘർഷപരമായ ചില കാര്യങ്ങൾ നടക്കുന്നു, അതിൻ്റെ ബാഗേജുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുക?
തിരിച്ച് കൊത്താത്ത അല്ലെങ്കിൽ തിരിച്ച് കടിക്കാത്ത, തിരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാത്ത ആളുടെ തലയിലേക്ക് ആ ഇമോഷണൽ ബാഗേജിനെ ഇറക്കുവാനുള്ള ടെൻഡൻസിയാണ് നമ്മുടെ മനസ്സുകളുടെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ അവിടെയാണ് കൊണ്ടുപോയി ഇത് ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇമോഷണൽ ബാഗേജിൻ്റെ ഷൂട്ടിംഗ് ആണ് എങ്കിൽ എങ്ങനെയാണ് അവിടെ ക്രിയാത്മകമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക? സാധ്യത കുറയുകയാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, ഏതൊരാൾക്കും വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആശയവിനിമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ആശയമാണോ ആ വ്യക്തിയോട് പറയുവാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത്, അതവർക്ക് കിട്ടിയെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു ആശയവിനിമയം പൂർണ്ണമാകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എന്താണോ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ അവർക്ക് മനസ്സിലായി എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നത്. അതിനാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നോ ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയും. പലപ്പോഴും നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകൾ ഈ ആശയത്തെ കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഒന്നുകിൽ അഡ്വൈസായിട്ടോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കലായിട്ടോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് സ്വീകരിക്കുവാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങൾ തയ്യാറില്ലാത്തതുപോലെ, ഞാൻ തയ്യാറില്ലാത്തതുപോലെ ഒരാളും അതിനെ 100% സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഡ്വൈസ് എന്ന് പറയുന്ന സാധനം കൊടുക്കുവാൻ ഇഷ്ടമുള്ളതും സ്വീകരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്ന സാധനം കൊടുക്കുവാൻ വളരെ ആവേശമുള്ളതും ഒരു നിലക്കും സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതുമായിട്ടുള്ള കാര്യമാണ്. നന്നായി ഉപദേശിക്കുന്ന ആളുകൾക്ക് വേറൊരാളുടെ ഉപദേശം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ എല്ലാ ആളുകളെ സംബന്ധിച്ചും കുറേ ഉപദേശം നൽകുക എന്ന് പറയുന്ന സാധനം ഈ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടേ അല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള ചലഞ്ചുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പരസ്പരം പറയുക? അപ്പോൾ പലപ്പോഴും ഭർത്താക്കന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവർ കൊട്ടക്കണക്കിന് ഉപദേശവുമായിട്ടാണ് വരുന്നത്. കൊട്ടക്കണക്കിന് ഉപദേശം. അപ്പൊ ഈ കൊട്ടക്കണക്കിന് ഉപദേശവുമായിട്ട് വരുന്ന ആളുകൾ കൊടുക്കുന്ന ഉപദേശം സ്വീകരിക്കുവാൻ ആർക്കാണ് സമയമുള്ളത്? ആരാണ് അതിന് ചെവി കൊടുക്കുക? നിങ്ങൾ ചെവി കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് ഹൃദയം തുറന്ന് നിങ്ങൾ പറയുക, ഹൃദയം തുറന്ന് നിങ്ങൾ സംസാരിക്കുക. എന്നെ സംബന്ധിച്ചോളം നീ എത്ര പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാന സബ്ജക്റ്റായിട്ട് വരേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണ്, നീ എന്തുകൊണ്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാകും, ഇന്ന കാര്യങ്ങൾ നീ എന്നോട് പറയുന്നത് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നീ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതായിരുന്നു സത്യത്തിൽ ആ ഒരു പ്രതിസന്ധി സമയത്ത് എനിക്ക് ആശ്വാസമായത്. അന്ന് നീ എൻ്റെ കൂടെ നിന്നല്ലോ, നീ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നീ ആ നിന്ന ഒരു നിൽപ്പുണ്ടല്ലോ, അതെനിക്ക് വളരെയധികം ആശ്വാസമായിരുന്നു. അന്ന് നീ നോക്കിയ നോട്ടമുണ്ടല്ലോ,
ആ നോട്ടം മതി എനിക്ക് ഇനിയും ഒരുപാട് കാലം എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തിയായിട്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. ട്രസ്റ്റ് ഉണ്ടാവണം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടാവണം. ഈ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ട്രസ്റ്റിനെ ഉണ്ടാക്കുന്നതും ആ ട്രസ്റ്റിൻ്റെ വാല്യൂവിനെ കളയുന്നതും. സത്യസന്ധമായിട്ട് ഇടപെടുക, കാര്യങ്ങൾ തുറന്നു പറയുക, പറ്റിയ തെറ്റുകൾ ഏറ്റുപറയുന്നതിൽ ഒരു അപമാനമോ ഒരു അപകർഷതാബോധമോ ഒരു എന്തെങ്കിലും അതിലൂടെ നമുക്ക് എന്തെങ്കിലും നമ്മൾ താഴ്ന്നു പോകുന്നു എന്ന തോന്നലോ ഒന്നിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ മനുഷ്യ സഹജമായി ആർക്കും തെറ്റുപറ്റിയേക്കാം. നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ആളുകൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ അവരാദ്യമായി ഓടിയെത്താനുള്ളത് ഞാനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒരു അബദ്ധം പറ്റിയാൽ, ഒരു തെറ്റ് പറ്റിയാൽ, സാഹചര്യത്തിൻ്റെയോ വൈകാരികമായ സമ്മർദ്ദങ്ങളിലൂടെ ശരിയല്ലാത്ത ഒരു കാര്യം ചെയ്തു പോയാൽ പോലും അതിൻ്റെ ഒരു തിരിച്ചറിവ് വരുന്നൊരു സമയം ഉണ്ടാവും. ഒരു നിമിഷമോ ഒരു സെക്കൻഡോ കഴിയുമ്പോൾ ഇത് അബദ്ധമായി പോയല്ലോ എന്ന് തോന്നിയാൽ അവർക്ക് ഓടി വന്ന് ആദ്യം പറയുവാനുള്ള തണൽ നിങ്ങൾക്കാവാൻ കഴിയണം. അതേസമയം അത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറ്റപ്പെടുത്താനും നിങ്ങൾ അവരെ ക്രൂശിക്കാനും അവരെ വെറുക്കാനും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അവർ മനസ്സിലാക്കിയത് എങ്കിൽ അവർ അതിന് പറ്റിയ ഒരാളെ തേടും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അതിന് പറ്റിയ ഒരാളെ തേടും. അവിടെയാണ് റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പാർട്ടിയുടെ എൻ്റർ, അവർക്കുള്ള ഡോറ് തുറക്കുന്നത് അവിടെയാണ്. ഏതൊരു റിലേഷൻഷിപ്പിലേക്കും മൂന്നാമതൊരാൾക്ക് കടന്നു വരുവാനുള്ള ഒരു വാതിലിനെ തുറന്നു വെക്കപ്പെടുന്നത് ഇവിടെയാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊരു ചാറ്റ് ബോക്സിൽ ഒന്ന് എസ് ഒന്ന് അടിക്കാമോ? എസ് എന്ന് ടൈപ്പ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും ഈ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട്. യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. യെസ് എന്ന് പറഞ്ഞ ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. യെസ്, ഓക്കെ, എക്സലന്റ്. യെസ്, ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും ഡീപ്പായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ തുറന്നു പറച്ചിലുകൾക്കുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അതിനുള്ള സ്പേസ് നമ്മൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നിനക്ക് ഞാൻ ആ സ്പേസ് തരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ആ സ്പേസ് കൊടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ഒരു സ്പേസ് എനിക്ക് തരുന്നില്ല എന്ന് പറയുവാനുള്ള ഒരു സ്പേസിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. എനിക്കങ്ങനെ തരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നേണ്ടത്? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും പരാതിയാണെന്ന് തോന്നുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്ന സ്പേസ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചോദിക്കണം, ഞാൻ നിനക്ക് സ്പേസ് തരുന്നില്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് വേണ്ട വളരെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് പറയും, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നൊരു ആനന്ദമുണ്ട്. എന്നോടിത് ശരിയല്ല എന്ന് പറയുവാനുള്ള സ്പേസ് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. എന്നോടിത് ശരിയല്ല എന്ന് പറയുവാനുള്ള ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ അവരുമായിട്ടുണ്ടല്ലോ. എന്നെ തുറന്ന് എൻ്റെ മുഖത്ത് നോക്കി വിമർശിക്കുവാനുള്ള അത്രയും വളർന്ന ഒരു റിലേഷൻഷിപ്പ് ഞാൻ അവരുമായിട്ടുണ്ടല്ലോ. ഇവിടെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവിടെയാണ് ഇൻറ്റിമസി കൂടുന്നത്. അത് പരസ്യമായി പറയുകയാണെങ്കിലോ, അത് പരസ്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ സ്പേസ് അത്രയും വിശാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ?
ഇത് പരസ്യമായിട്ട് തന്നെ വേറൊരാളുടെ മുമ്പിൽ വെച്ച് പോലും പറയാൻ കഴിയുമെങ്കിൽ ദർ ഇസ് മോർ സ്പേസ്. അവിടെ നമ്മുടെ ഒന്നും ഇടിഞ്ഞു വീഴാനൊന്നുമില്ല, ഒന്നും തകർന്നു വീഴാനുമില്ല. ദേ ആർ ഗെറ്റിംഗ് മോർ സ്പേസ്. ഞാൻ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ സത്യസന്ധമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ നിങ്ങളോട് അവിടെ ട്രസ്റ്റ് ഫോം ചെയ്യപ്പെടും. നിങ്ങൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ അവിടെ ട്രസ്റ്റ് നഷ്ടപ്പെടും. ട്രസ്റ്റിനൊരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പലപ്പോഴും അത് ഒന്നുകിൽ 100% അല്ലെങ്കിൽ 0%. ഒരു 25% വിശ്വസിക്കാം, ആളെ ഒരു 50% ആളെ വിശ്വസിക്കാം, ഒരു 75% വിശ്വസിക്കാം. അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും സംഭവിക്കുന്നത് 100 or 0. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ വളരെ പ്രധാനമായിട്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് നമുക്കതിനെ വളരെ ക്രിയാത്മകമായി കൊണ്ട് നടക്കേണ്ടതുണ്ട്. അതിന് വേണ്ട എഫേർട്ടുകൾ എടുക്കേണ്ടതുണ്ട്. നാലാമത്തത് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവർ എങ്ങനെയാണോ അങ്ങനെ അവരെ പൂർണ്ണമായി ഉൾക്കൊള്ളുക. അവരുടെ സ്വഭാവം എന്താണോ, അവരുടെ പെരുമാറ്റം എന്താണോ, അവർക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പിലുള്ള അവരുടെ നിലപാട് എന്താണോ, അങ്ങനെ അവരെ ഉൾക്കൊള്ളാൻ കഴിയുക. അങ്ങനെ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് വളരെ വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയും. ഏത് തുറന്നു പറച്ചിലുകൾക്കുമുള്ള സ്പേസ് അവിടെ ലഭിക്കും. ചില ആളുകൾക്ക് ചില തരത്തിൽ നമ്മളോട് പെരുമാറാനുള്ള ഒരു സ്പേസിനെ കൊടുക്കാൻ കഴിയും. ചില ആളുകൾക്ക് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. പല സിനിമകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിനിമകളിലല്ല, നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളതാണ്. മക്കളോട് അതിയായ സ്നേഹമുള്ള മാതാപിതാക്കൾ അത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ച് അങ്ങനെ നടന്ന് ചീത്ത പറഞ്ഞും ഉപദേശിച്ചും അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിര് നിന്നുമൊക്കെ വളരെയധികം ഡിസ്റ്റർബൻസിലൂടെ മക്കൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ അവരെ മുമ്പിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിരവധി പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി പല ആളുകളോടും റെക്കമെൻഡ് ചെയ്യിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി പല ആളുകളുടെയും കാല് പോയി പിടിക്കുന്നുണ്ട്. ഇതൊന്നും ആരറിയില്ല? മക്കളറിയില്ല. മക്കളുടെ മുമ്പിൽ വളരെ ഗൗരവത്തിൽ നിൽക്കുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് ദേഷ്യപ്പെടാനുള്ളൊരു സ്പേസിനെ നമ്മൾ കൊടുക്കുക. അവർക്ക് അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു ഇടത്തെ നമ്മൾ കൊടുക്കുക. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, വണ്ടർഫുള്ളാണ്, അത്ഭുതകരമാണ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? നിങ്ങളുടെ ഇമോഷണൽ പൊസിഷൻ എന്താണ്? നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്? നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരോട് തുറന്ന് ഷെയർ ചെയ്യാൻ കഴിയും. നമ്മുടെ വാല്യൂസും നമ്മുടെ ഗോൾസും അവരോട് എപ്പോഴും ഷെയർ ചെയ്യപ്പെടണം. അതാണ് അഞ്ചാമത്തെ പോയിന്റ്, ഷെയർ വാല്യൂസ് ആൻഡ് ഗോൾസ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? എൻ്റെ വിശ്വാസം എന്താണ്? ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? ഇങ്ങനെയൊക്കെയാണ്. നിനക്ക് എങ്ങനെയാണ് തോന്നാറുള്ളത്? ഇന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള എൻ്റെ ഫീലിംഗ് ഇങ്ങനെയാണ്. എന്താണ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ്? ഇതൊക്കെ കുറച്ചുകൂടെ ഓപ്പണായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ യാത്രയിൽ അവർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ട് മാറും.
ചില ആളുകൾ പറയാറുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർക്ക് അതൊന്നും താങ്ങാനുള്ള കരുത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ഇത് കുറച്ചൊക്കെ ഓപ്പണായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുക. മറ്റത് അവർക്ക് ദുരൂഹതയാണ് തോന്നുക. ദുരൂഹത തോന്നിയാൽ അവിടെ ഉണ്ടാവുന്നത് സംശയങ്ങളും ഭയവും തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള എനർജികളാണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ അവർക്ക് ദുരൂഹത ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവുന്നത് ഫിയർ ആയിരിക്കും. എനിക്ക് ഇന്ന കാര്യങ്ങളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ലഭിക്കുന്നത്, ഇന്ന ഇടത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഞാൻ ശക്തനായി നിൽക്കുന്നത്, ഇപ്പം ഇന്ന കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സമാധാനം ലഭിക്കുന്നത് എന്നൊക്കെ അവരോട് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനു വേണ്ടിയുള്ള സമയം അനുവദിക്കുവാൻ, അതിനുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോത്സാഹനം നൽകുവാനൊക്കെ ഇവർ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, അൺകണ്ടീഷണൽ ലവ്. 2, ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. 3, ട്രസ്റ്റ്. 4, ആക്സെപ്റ്റൻസ്. 5, ഷെയർഡ് വാല്യൂസ് ആൻഡ് ഗോൾസ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ, റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നതിൻ്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ? ഈ 5-ൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നത്? ആ നമ്പർ അടിച്ചാൽ മതി. 1 2 3 4 5. 1 5. ഓക്കെ. 1 1. യെസ്. 1 5. ഓക്കെ. 3. ഓക്കെ. 1 1. ഓക്കെ. എക്സലന്റ്. അപ്പം ഇത് ഓരോ ആളുകൾക്കും ഇത് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ 5 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഈ 5 കാര്യങ്ങളിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ചില വിശ്വാസങ്ങൾ മാറേണ്ടതുണ്ട്. ചില സങ്കല്പങ്ങൾക്ക് മാറ്റം വരേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇമോഷണലി നമ്മൾ കൺട്രോളിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, നേരത്തെ വാല്യൂസ് ആൻഡ് ഗോൾസ് ഏത് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിലനിന്ന് പോകാൻ കഴിയും. അത് പഠിക്കുവാൻ എന്ത് ചെയ്യണം? ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ 5 വാല്യൂസിനെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ നിങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും പുതുതായി ചില കാര്യങ്ങൾ ചെയ്യുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിലനിർത്തി പോവുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന എൻ്റെ പഠനത്തിൻ്റെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈ ഒരു കോഴ്സിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആൾക്കാരെങ്കിലും ഒരാൾക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഞാൻ പേര് വിളിക്കുന്നില്ല, ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ. പറയൂ. എൻ്റെ പേര് MJ ചാക്കോ, തിരുവമ്പാടിയാണ് സ്ഥലം, കോഴിക്കോട് ജില്ല. ഞാൻ 1.5 വർഷത്തോളമായി അൻവർ സാറിന്റെ ഈ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ വരുന്നത്. ബന്ധങ്ങളില്, നമ്മുടെ ജീവിതത്തിന്റെ
എല്ലാ കാര്യത്തിലും നമ്മളത് നടപ്പാക്കണം, അത്രേ ഉള്ളൂ. വെറുതെ ഒരു കേൾവിയുടെ തലത്തിൽ നിന്നാൽ പോരാ. ചില ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരാനായിട്ട് കഴിയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. 1.5 വർഷം കൊണ്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ നല്ല മാറ്റം വന്നു. എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ക്ലിയർ. ഓക്കെ, താങ്ക് യു. എനിക്കൊരു നല്ല അനുഭവമായിട്ടാണ് തോന്നുന്നത്. വിശദമായിട്ട് പറയാൻ ഒത്തിരി സമയമെടുക്കും. എങ്കിലും എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ കഴിയുക, പിന്നെ നമ്മുടെ ബന്ധങ്ങളൊന്നും മെച്ചപ്പെടുക. നല്ല കമ്മ്യൂണിക്കേഷൻ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഈ പിന്നെ നമ്മൾ പറയില്ലേ, ഈ ലവ് എന്നൊക്കെ പറയുന്നതിന്റെ ആ ഉൾക്കാഴ്ച, അതിലേക്ക് എത്താൻ പറ്റുക വലിയ കാര്യമാണ്. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റില്ല. ആദ്യകാലത്തൊക്കെ നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ടാവും. പക്ഷെ അത് മാറിയിട്ട് ഒരു അൺകണ്ടീഷണൽ ലെവലിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അനുഭവം. എല്ലാത്തിന്റെ ഒരു അടിസ്ഥാനം നമ്മുടെ ഈ സ്മൈലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വരും. അപ്പൊ ഈ കോഴ്സ് ഒത്തിരി നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്കറിയാം ഈ സെമിനാറിൽ എന്താണ് ഈ കോഴ്സ് എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്കൊരു നഷ്ടമാകുകയും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണ്, കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാറ്റം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. താങ്ക് യു ഓൾ. താങ്ക് യു ചാക്കോ സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഇതില് നമ്മളെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് നമുക്ക് നമ്മെ മനസ്സിലാവുക എന്നുള്ളത്. നമുക്ക് എത്രമാത്രം നമുക്ക് നമ്മളെ മനസ്സിലാവുന്നുവോ അത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരുവാൻ കഴിയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ജനിച്ച് അവൻ മരിക്കുന്നതിനിടയിൽ ഏറ്റവും പ്രധാനമാണ് അവനവനെ ഉൾക്കൊള്ളുവാനും അവനവനെ മനസ്സിലാക്കുവാനും കഴിയുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് നല്ല ഭാഷ പഠിപ്പിക്കാൻ കഴിയും, അത് പുറമേയുള്ളൊരു കാര്യം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ശാസ്ത്രം പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു, ഇതെല്ലാം പഠിക്കുന്നു. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ നമ്മൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡഡ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഗൈഡ് ചെയ്യുന്ന തലത്തിലേക്ക് ഈ കോഴ്സിലൂടെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾ വളരും എന്നുള്ളതാണ്. ഒരു ദിവസത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമതൊരു തുടർച്ച നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഇവിടെ ഫോം ചെയ്യപ്പെടുന്നു. ഒരേ ചിന്താഗതിയുള്ള, ജീവിതത്തെ വളരെ പ്രധാനമായി കാണുന്ന, മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, പീസ്, ഗ്രോത്ത് ആൻഡ് ഫ്രീഡം, സമാധാനം, അതുപോലെ തന്നെ വളർച്ച, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ഇത് വളരെ പ്രധാനമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ചേരാൻ കഴിയുന്നു. അവിടെ കൺസിസ്റ്റൻസിയും അക്കൗണ്ടബിലിറ്റിയും ഫോം ചെയ്യുന്നു. ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിലെന്താണ് വരുന്നതെന്ന് പറയാം. അതിൽ ഒരു ആഴ്ചയിൽ 5 റെക്കോർഡഡ് സെഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. 5 ദിവസം നിങ്ങൾ ഈ റെക്കോർഡഡ് സെഷൻ, അത് ഒരു 60 to 90 മിനിറ്റ്സ് വരും. അത് നിങ്ങൾ എല്ലാ ദിവസവും ആ സെഷനിലൂടെ കടന്നു പോകുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ലൈവായിട്ട് ഫോളോ അപ്പ് നടക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. വളരെ എഫക്റ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള, പ്രചോദനാത്മകമായിട്ടുള്ള ഒരു സെഷനായിരിക്കും അത് എല്ലാ ആഴ്ചയും നടക്കും. ഇങ്ങനെ 4 ആഴ്ചകൾ കടന്നു പോകുന്ന ഒരു മൊഡ്യൂളാണ് ഇതിൽ. അതായത് ഒരു 1 month കോഴ്സാണിത്. ഈ ഒരു 1 monthലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ 9 മേഖലകൾ നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ, നിങ്ങളിൽ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുവാൻ, നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആഴത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ, മറ്റുള്ള ആളുകളെ നോക്കിക്കാണുന്ന രീതി എങ്ങനെ ആവണമെന്ന്, അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന്, അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സൽ സിസ്റ്റം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കഴിയും. ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നു, ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കൊരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഫോളോ അപ്പാണ് ലഭിക്കുന്നത്. ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പോകുവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് മാത്രമായില്ല, അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കൂടി ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഏതെങ്കിലും ഒരു ഗോൾ നേടിയെടുക്കണം, ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും വളർച്ചയും സ്വാതന്ത്ര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോഴ്സ്. അതേസമയം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, പക്ഷേ അതിൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് തയ്യാറില്ല, അതിനൊന്നും എനിക്ക് സമയമില്ല, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ കോഴ്സ് ഉപകാരപ്പെടുള്ളൂ. ഈ കോഴ്സിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കോഴ്സിൽ നമ്മൾ കുറേ ലാംഗ്വേജ് അല്ലെങ്കിൽ ബുക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ ഈ കോഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പവർഫുള്ളാണ് സ്മൈൽ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഫോളോ അപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ ഡെയിലി പ്രാക്ടീസസ്, അതുപോലെ തന്നെ Q&A സെക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ്. അതുപോലെ 1 ഇയർ ഫോളോ അപ്പ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയുള്ള ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്ന ഒരു 7 കോഴ്സുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 കോഴ്സുകൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന 3 ഡേയ്സിൻ്റെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു ഓൺട്രപ്രണറുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കണം, ഒരു ഓൺട്രപ്രണർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിന് കൊണ്ട് നടക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മണി ഫ്രീഡം, ഇമോഷണൽ മാനേജ്മെൻറ്റ്, നമ്മുടെ വികാരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം, നല്ലൊരു ഹെൽത്തി ആയിട്ട് എങ്ങനെ നിൽക്കാം, അതുപോലത്തെ 3 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ ഫോർ റിസോൾവ് എനി ഇഷ്യൂസ്, മാപ്പ് നൽകലിൻ്റെ ശക്തി തുടങ്ങിയ ഏകദേശം 20,000 രൂപ വരുന്ന മറ്റു കോഴ്സുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വളരെ സയൻറ്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് ആണ്. നിങ്ങൾ ഈ കോഴ്സിലൂടെ ഒരു മാസം കടന്നു പോകുന്നു. ഈ കോഴ്സിലൂടെ നിങ്ങൾ ഒരു മാസം കടന്നു പോയതിന് ശേഷം നിങ്ങളുടെ ഒരു മാറ്റവും വരുന്നില്ല എന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കില്ല, നോ ക്വസ്റ്റ്യൻ. നിങ്ങൾ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഈ ഒരു മാസം ഈ കോഴ്സിലൂടെ കടന്നുപോയി, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റവും വരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ നിങ്ങൾ അടച്ച പണം മുഴുവൻ തിരിച്ചു തന്നിരിക്കും. 100% മണി ബാക്ക് ഗ്യാരണ്ടി. നിങ്ങൾ ആ കോഴ്സിലൂടെ കൃത്യമായി കടന്നു പോയിട്ടുണ്ടോ എന്നും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നും നിരീക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെ നോക്കിയാൽ അറിയാം, നിങ്ങൾ എപ്പോൾ ലോഗിൻ ചെയ്യുന്നു, എപ്പോൾ അത് കാണുന്നു, എത്ര സമയം കാണുന്നു, എല്ലാം നമുക്ക് ഇവിടുന്ന് സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് വരുന്നത്. കോഴ്സ്, അതിൻ്റെ കൂടെ വരുന്ന ഫോളോ അപ്പ് സെഷൻ എല്ലാം അടക്കം ഈ കോഴ്സിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1,60,60,000 ഈ കോഴ്സിൻ്റെ വാല്യൂ.
എന്നാൽ ഇപ്പോൾ ആ കോഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 റുപ്പീസാണ്. എന്നാൽ നിങ്ങൾ ആ 20,000 ഇപ്പോൾ നൽകേണ്ടതില്ല. ഇപ്പോൾ 10,000 റുപ്പീസിനാണ് ഈ കോഴ്സ് നൽകുന്നത്. ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ പ്രൈസായിട്ട് അത് 8,000 റുപ്പീസിന് നൽകുന്നുണ്ട്. അത് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ റിലേഷൻഷിപ്പ്, മണി, പണം, അതുപോലെ തന്നെ ഹെൽത്ത്, കരിയർ ആൻഡ് ബിസിനസ്, സ്പിരിച്വൽ ഗ്രോത്ത് തുടങ്ങിയ ഈ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട് എങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് കോഴ്സ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാനുള്ള 4 ടൂളുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോകുന്നു. അതിനെ മാനേജ് ചെയ്യാനുള്ള ടൂളുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഡൗൺ ആയി പോകുന്നു. നിങ്ങൾ എത്ര ഡൗൺ ആയി പോയാലും അവിടെ നിങ്ങൾക്ക് പിടിച്ച് സെൽഫായിട്ട് ഉയർന്നു വരാൻ ആവശ്യമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ കഴിയും. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ശൈലിയെ, ഒരു പുതിയ, നിങ്ങൾ ഇതുവരെ കാണാത്തത്, നിങ്ങൾക്ക് ഇതുവരെ എൻജോയ് ചെയ്യാൻ കഴിയാത്ത അത്രയും നിങ്ങളുടെ കാഴ്ചയിൽ വരാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും അതിനെ വളരെ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും ജീവിതത്തിൻ്റെ ഭാഗമായി അതിനെ പകർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങളിപ്പോൾ തന്നെ ആ ഫോം ഫില്ല് ചെയ്യുക. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുള്ള സമയമാണ് ഇപ്പോൾ. ആ ഫോം ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ പ്രൈസ് ലഭിക്കുക. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും സംസാരിച്ചമായ ബന്ധപ്പെട്ടോ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഒരു Q&A സെഷൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ചാറ്റ് ബോക്സിൽ തന്നെ 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവ് ഞാൻ ഈ ഒരു സെഷന് ശേഷം നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ ഇന്ന് ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ അടച്ചാൽ മതി. അഡ്മിൻ നമ്മൾ ആ ഫോം ഒന്ന് ഷെയർ ചെയ്യാമോ? ഫോമിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാമോ? ആ ലിങ്ക് ഇപ്പോൾ ഷെയർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ അതിൽ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ്റെ നിങ്ങൾ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അത് നിങ്ങളിപ്പോൾ 1,000 റുപ്പീസ് അടച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രൈസിനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രൈസ് പിന്നീട് കൂടാൻ പോവുകയാണ്. ഇപ്പോഴുള്ള ഒരു ഓഫറാണ് പറയുന്നത്. ഈ പ്രൈസ് ഇനി കൂടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടണമെന്നുള്ളത് കൊണ്ടും മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. ഇതിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യണമെന്നും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഓഫറുകൾ നൽകുന്നത്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴാണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ടുകൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ഈ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നീടേക്ക് മാറ്റിവെക്കും. പിന്നെ ആവട്ടെ. ആ പിന്നേക്ക് മാറ്റിവെക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിൽ വലിയ നഷ്ടങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒരുപാട് തവണ മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ച കാര്യങ്ങൾ
പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അന്ന് നമ്മളത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്നും ഒരുപാട് ഉയരുമായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുപോലുള്ള മാറ്റിവെക്കലിലേക്ക് പോകാതെ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് മനസ്സിലാക്കുകയും അത് നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി, ഒരു സാധ്യതയായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ലിങ്ക്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ ഇത് മാത്രം കൊടുത്താൽ മതി. കൊടുത്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ ടീം നിങ്ങളെ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ നിങ്ങളെ സഹായിക്കും. ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സ്മൈൽ ഈവനിങ്. എൻ്റെ പേര് മോഹനവല്ലി, കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ സാർ ഇവിടെ പറഞ്ഞ 1 മാസത്തെ കോഴ്സ് ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ലെവൽ 3 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഫാമിലിയിൽ എല്ലാം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം, നമ്മുടെ തോട്ട് പ്രോസസ്, ഇതിലെല്ലാം വലിയ മാറ്റങ്ങൾ, നമ്മൾ കരുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്ന്, അതുപോലെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരോടുമുള്ള റിലേഷൻഷിപ്പിൽ, ജീവിതത്തിന്റെ 9 മേഖലകളിലും ഗോൾ സെറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എപ്പോഴും ഈ സാറ് ഇവിടെ പഠിപ്പിച്ച ടൂളുകൾ, ഓരോ ഇൻസിഡൻസ് വരുമ്പോഴും ഓരോ പ്രതിബന്ധങ്ങൾ വരുമ്പോഴും ആ ടൂളുകൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് വളരെ ഭയങ്കര റിസൾട്ടാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബാങ്കിൽ മാനേജരായിട്ട് വർക്ക് ചെയ്യാണ്. അടുത്ത മെയ് 31 റിട്ടയർമെന്റ് ആണ്. എല്ലാവർക്കും റിട്ടയർമെന്റിനോട് അടുക്കുന്ന ദിവസമൊക്കെ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. എൻ്റെ കൂടെ 2 പേരും കൂടെ അന്ന് റിട്ടയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് 2 പേർക്കും ആശങ്കയായി, ഇനി എന്ത് ചെയ്യണം, ഇനി വീട്ടിലൊക്കെ ആയി പോകുമല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ശരിക്കും ആ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യാം. ഇനി എൻ്റെ ജീവിതം എൻജോയ്മെന്റ്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരെ ഉയർത്താനും ആയിട്ട് വിനിയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് പ്രൈവറ്റ് മെസ്സേജ് ആയിട്ടൊന്ന് അയച്ചാൽ മതി. ഓക്കെ, മാജിക് വൈബ്സ് എന്നുള്ള ഹോസ്റ്റ് എന്നോ അല്ലെങ്കിൽ കോ ഹോസ്റ്റ് എന്നോ ഉള്ളതിൽ നിങ്ങൾ ഒന്ന് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇവിടുന്ന് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? സർ, ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒന്നുകൂടെ പറയാത്, ക്ലിയർ ആയില്ല നേരത്തെ. അതായത് ഈ കോഴ്സ് എന്ന് പറയുന്നത് 1 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 1 മാസത്തിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വർഷം നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തുടരാൻ കഴിയും. ക്ലിയർ ആയോ? കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 1 മാസമാണെങ്കിലും തുടർന്ന് അതിൻ്റെ ഫോളോ അപ്പും നിങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച്, അങ്ങനെ ഇതൊരു ലൈഫിൻ്റെ ഒരു സിസ്റ്റമായി മാറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് 21 ദിവസം കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ അതൊരു 90 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറുക. അത് വീണ്ടും ഒരു 90 ദിവസം കൊണ്ടുപോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ പോവുക. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 ഇയർ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കാൻ കഴിയും. ഒരു മാസത്തെ കോഴ്സാണ്. അതിൽ ഈ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയോ? ഓക്കെ, എനിക്ക് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഗ്രേറ്റ്. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
ഇനി ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള അതേ ഗ്രൂപ്പിൽ അഡ്മിൻ ഉണ്ടാവും. അഡ്മിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, നമ്മൾ സമയം ഏകദേശം അവസാനിച്ചിരിക്കുന്നു, അല്ലേ? എക്സ്ട്രാ ആയിരിക്കുന്നു. ഓക്കെ, 1 മണിക്കൂർ കൂടുതലായിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തെ വളരെ പ്രധാനമായി കാണുക. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ലീഡറായിട്ട് നമുക്ക് മാറാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ നമ്മളോടൊപ്പം നിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തുക. അതിന് ഈ ലോകത്തിന് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ കൺട്രോളിലേക്ക് വരേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നത് മറ്റുള്ള പുറമേ നടക്കുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് വളരാനും ഉയരാനും അതുപോലെ തന്നെ നമുക്ക് നമ്മളായി ജീവിക്കുവാനും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാനുമൊക്കെ കഴിയുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയണം. നിങ്ങൾ സ്വന്തമായി നിന്ന് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കാൻ. അപ്പോൾ ഒരിക്കലും നമുക്ക് അവർക്കൊരു ഭാരമായി മാറില്ല. അവർ നമുക്കും ഭാരമായി മാറാതെ നമുക്ക് നമ്മുടെ ലൈഫിനെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട്, വലിയൊരു സാധ്യതയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ജീവിക്കുവാനും ഈ ലോകത്ത് ഒരു ആളും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വേദനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും നിരവധി ആളുകൾക്ക് തണലാവാനും തുണയാവാനും കഴിയുന്ന ഒരു വ്യക്തിയായി മാറാനും നിങ്ങൾക്ക് കഴിയും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നിലനിൽക്കുന്നു. അതിനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആർ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നുവോ അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നു. അതല്ലാത്ത ആളുകൾ ഈ ജീവിതത്തെ പഴി പറഞ്ഞുകൊണ്ട്, സാഹചര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, കൂടെയുള്ള ആളുകളുടെ സ്വഭാവത്തെ പഴിച്ചുകൊണ്ട്, അവർ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം കഴിഞ്ഞു പോകുന്നു. ഇതിലേത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അതിൽ ഏത് തിരഞ്ഞെടുക്കുവാനും നമുക്ക് അവകാശമുണ്ട്. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അത് തീരുമാനിക്കുക, അതിൽ നിലനിൽക്കുക, അതിനുവേണ്ടി കൂടുതൽ പഠനങ്ങൾ നടത്തുക. ഈ മാജിക് വൈബ്സ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുവാനും ഒരു സ്വന്തമായി നിന്ന് തണലാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ദിസ് ഈസ് എ ബെസ്റ്റ് കമ്മ്യൂണിറ്റി. അതിന് നിങ്ങളെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ മാജിക് വൈബ്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പന്നതയും ആരോഗ്യവും സ്നേഹമൊക്കെയുള്ള നല്ലൊരു ജീവിതത്തെ ആശംസിക്കുന്നു. സ്മൈൽ വിഷസ്. താങ്ക് യു വെരി മച്ച്.